ഒന്നുമല്ല, ഞാൻ വൈകുന്നേരം വെറുതെ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊക്കെ തോന്നി മാങ്ങ ഉപ്പും മുളകിട്ടും തിന്നാൻ. അതുകൊണ്ട് ഞങ്ങളെ എടുത്തിവിടെ ഒരു മാങ്ങമരമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും പോരിൻ്റെ കൂടെ മാങ്ങ പൊട്ടിക്കാൻ. ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ തോട്ടിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് തോപ്പി. അലാക്കിൻ്റെ തോപ്പിയാണ്. തോപ്പിയല്ല, തോട്ടിയാണ്. മറന്നുപോയി പറഞ്ഞാണ്. എന്നാലും നമുക്ക് കുറച്ച് മേലെയാണ്. അപ്പോൾ നിങ്ങളും അങ്ങോട്ട് പോരും, നമുക്ക് ഓട്ടോ കൂടെ പോവാം. അപ്പോൾ ഇവിടുത്തെ വയ്യാളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടത് മാങ്ങമരമുണ്ട്. പക്ഷേ നമ്മൾ ഇതിമ നല്ല പൊട്ടിക്കുന്നത്. നാളെ ഒരു മാങ്ങമരമുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. മാങ്ങ പൊട്ടിക്കാനുള്ള കവർ കൈമത്തന്നെ നോക്കി. കണ്ടില്ലേ, അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഇവിടെ ഉള്ളൊരു ഗ്രൗണ്ടാട്ടോ അത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടായി. ഞങ്ങളവിടെ കളിക്കലുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല വ്യൂ ആട്ടോ ഈ റൗണ്ട്. ഇവിടെ ഫുള്ള് നല്ല വ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാലാണ് നമ്മളെ മാങ്ങമരം എത്തല്. പക്ഷെ ഇവിടെയൊക്കെ മാങ്ങമരം ഉണ്ട്. പക്ഷേ ഇവിടെ നിന്നൊന്നുമല്ല നമ്മൾ പൊട്ടിക്കണേ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയിച്ചൊരു മാങ്ങമരം ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ പൊട്ടിക്കുന്നത്. ഇവിടെ നിന്ന് ഉള്ളിൽ പോയാൽ പുത്തൂര് പാടം നല്ല കളറായി കാണും. അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ നേരെ അവിടെ ചെന്നിട്ട് കാണാൻ നിന്നു. നമ്മളെ മാങ്ങമരം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും മാങ്ങില്ല. നമ്മളെ തോട്ടി വെച്ച് എത്തുന്നിടത്തൊന്നും മാങ്ങില്ല. കുറേ മൂച്ചകളുണ്ട്, ഒരു 5-6 മൂച്ചകളുണ്ട്. എന്നിട്ടൊന്നും എത്തുന്നിടത്ത് മാങ്ങില്ല. ഒക്കെ മേലെയാണ്. ക്യാമറയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല. എല്ലാതും മേലെ നല്ല മാങ്ങുണ്ട്. പക്ഷെ നമുക്ക് എത്തുന്നിടത്തൊന്നും മാങ്ങില്ല. അതിന് നമ്മളിവിടെ കാച്ചുകൊണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കും. പോകുന്നവിടെ നമ്മൾ കുറച്ച് മൂച്ചാൽ കണ്ടില്ലേ, അതിമന്ന് ഏതെങ്കിലും ഒന്നും പൊട്ടിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടുത്തെ കാച്ച് കുറച്ച് കൊണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. മക്കളെ കണ്ടില്ലേ, ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മരത്തുമ്മലും മാങ്ങല്ല. മാങ്ങ ഉണ്ട്, പക്ഷെ നമ്മളെ തോട്ടിക്ക് പറ്റിയ എത്തണ ഏറ്റവും മരത്തുമ്മലും നമ്മളെ തോട്ടിക്ക് എത്തിയ മാങ്ങല്ല. കണ്ടില്ല, എത്ര മാങ്ങന്മാരുണ്ട് ഇവിടെ. നോക്കി, ബാക്കിലൊക്കെ നോക്കി, നല്ല മാങ്ങമരമാണ്. നമ്മളെ എടുത്ത് തന്നെ ഉണ്ട് മാങ്ങമരം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്നും മാങ്ങല്. ഈ ടൈമിൽ ഇവിടെ നിന്ന് നല്ല മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് അടിച്ച് തിന്നാനും മരത്തുമ്മനെ തിന്നാനും എങ്ങനെ ഉണ്ടാവും. അപ്പോൾ മാങ്ങ എന്തായാലും കിട്ടിയില്ല. നമുക്ക് പോകുമ്പോൾ മരത്തുമെന്ന് പറിക്കാം. പക്ഷെ ഇപ്പോൾ നല്ല വ്യൂ ഉണ്ട് കാണാൻ. അതിന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് പോകും. പുത്തൂര് പാടാണ് ആ കാണുന്നത്.
നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇവിടെ ഒക്കെ മരം വന്നോണ്ട് കാണുന്നുണ്ടോ അറിയില്ല. പക്ഷെ കണ്ടില്ലേ ഒത്തിരി പാടാണ്. ഇവിടുന്നൊക്കെ ഒരു 6 മണി ഒക്കെ ആവുമ്പോൾ നല്ല സൺസെറ്റ് ആകുമ്പോൾ. പക്ഷെ അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇവിടെ നായ്ക്കളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കുറച്ച് കാറ്റൊക്കെ കണ്ടിട്ട് പോവാം. നല്ല മാങ്ങാളുണ്ട്, നമുക്ക് എത്തില്ല. എന്തായാലും കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് തോട്ടെടുക്കുക പോവുക. അവിടെ മാങ്ങമരം കണ്ടില്ലായിരുന്നു. തോട്ടൊക്കെ നല്ല പ്രയാസമാണ്. ഈ ചതി നമ്മളോട് വേണ്ടേന്. അപ്പോൾ കണ്ടില്ല മരത്തുമൊന്ന് പൊട്ടിക്ക് തിന്നു. സെറ്റ് സ്ഥലങ്ങളവിടെ ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ സ്ഥലം. ഇവിടെ മഞ്ഞ പൂവുണ്ട്. പൂവ് നമുക്ക് ഇതാക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതിന് കവർ ഇങ്ങനെ ഓടിപ്പോകും. ഐസ്ക്രീം കവർ തോട്ടിലെ സാധനം ഊരിപ്പോയി. തോട്ടിലെ സാധനം ഊരിപ്പോയി. ഇങ്ങനെ അടിക്കാണ്. അപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ച് ബാക്കി 2 പൊട്ടിച്ച് തമ്മിക്കണ്. ഇപ്പോൾ അവിടെ വീണെടുക്കണ്ട. ഞാൻ പോയിക്കോട്ടെ. നമുക്ക് വീട്ടിലോട്ട് പോവാം. വരുമ്പോൾ ഒരു കാര്യമുണ്ട്. കവറോട് തൊട്ടിടാം. തോട്ടുമ്പോൾ കുളത്തിടാം.
കുളത്തിടാൻ സാധനമില്ല, സാധനം പോയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അടിച്ചാൽ പോകും. എന്നാലും പ്രശ്നമില്ല, പോവാം. പോവാ. ഇതിപ്പോ തന്നെ അങ്ങനെ വീഴുകയാണെങ്കിൽ പൊട്ടി തകരും. ഗൈസ്, ഇത് പെരേക്കെത്തുമ്പോത്തിന് ഇടിമാങ്ങ. അപ്പൊ ഗായ്സ്, ഇനി നേരെ ഉപ്പുമുളകിലോട്ട് ചടങ്ങ്. അപ്പൊ ഗായ്സ്, നമ്മളെ മാങ്ങൊക്കെ നല്ലോണം ഇങ്ങനെ മുറിച്ച് കൊടുക്കണ ഉള്ളിന്ന്. ഇപ്പൊ മസാല കണ്ടിയില് നല്ല മസാല ഉണ്ട്. മസാല എന്ന് വെച്ചാൽ വേറെ നല്ല കുറച്ച് ഉപ്പ്, കുറച്ച് മുളകും പൊടി, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു തുള്ളി വെള്ളം, ഇതൊക്കെ കൂടെ പിന്നെ ഒരു മിക്സോട് മിക്സ്. കുറച്ച് കൈമൊക്കെ കഴിക്കണം. നല്ല ഇതുണ്ട് ആ പൊടി. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം മാങ്ങടിയാ ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ ഇടണം. ഈ വെക്കേഷനിൽ ആരൊക്കെയാണ് ഇങ്ങനെ മാങ്ങ നല്ല ഉപ്പും മുളകൊക്കെ ഇട്ട് മസാല അടിച്ച് തിന്നത്? അവരൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിച്ചോളി. നമ്മൾ നേരത്തെ മാങ്ങ പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് പോയില്ല, അങ്ങനത്തെ സ്ഥലങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് അടിച്ചോളി. അതിനിപ്പോൾ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി അടിച്ചടിച്ചോളി. അപ്പം നമുക്ക് നേരെ ഇതുണ്ടാക്കിയിട്ട് തിന്നാം. ഇപ്പം മാങ്ങ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല മിക്സും ഓട് മിക്സ്. ഇപ്പം തന്നെ അങ്ങനെ കൊതിരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ആർക്കൊക്കെ കൊതിരുന്നുണ്ട് എല്ലാരും ഒന്ന് കമന്റ്. എനിക്കെന്നെ ഇപ്പൊ നല്ല വായിൽ കപ്പലോടുന്നു. ഇതൊക്കെ ഒന്നും തന്നെ എടുക്കുക. ഞാനങ്ങോട്ട് വായിലങ്ങോട്ട് മക്കളെ നല്ലോണം മിക്സ് ആയിട്ട് നമുക്ക് തിന്നാം. ഒന്നെടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടിപൊളി. കുറച്ച് നീരെടുക്കുക. ഇങ്ങനത്തെ മാങ്ങ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ തിന്നണം മക്കളെ.
സെറ്റ് മാങ്ങ അങ്ങനെ എടുക്കൊന്നും പറ്റുന്നുണ്ട്. അപ്പൊ മക്കളെ ഞാനിതൊന്ന് തിന്ന് തീർക്കട്ടെ. ഇതിന്റെ ഉപ്പും ആ നല്ല മധുരവും പുളി ഒക്കെ കൂടെ കോമ്പിനേഷൻ സെറ്റാണ്. അപ്പോൾ ഞാനിതൊന്ന് തിന്നീർക്കട്ടെ. അടുത്ത വീഡിയോയിൽ വയറ്റിനൊക്കെ പൊടിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.